തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ നിന്റെ അമ്മ നിന്റെ തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ നിന്റെ അമ്മ. സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ. നമ്മുടെ ഇടയിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ യാത്ര പറഞ്ഞ ജോബിൻ ജോസിനെ ഓർത്ത് അദ്ദേഹത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള ആൻറ്റി അങ്കിൾ ടോമി ജെസ്സി എന്നിവർക്ക് ആവശ്യമായ മനോധൈര്യവും ആശ്വാസവും ദൈവകൃപയും ഈ പ്രത്യേക സാഹചര്യത്തിൽ സമർത്ഥമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജോബിൻ ജോസിൻ്റെ നാട്ടിലുള്ള മാതാപിതാക്കളുടെ വേദനയിൽ യേശു ഉയർത്തെഴുന്നേറ്റ് യേശു ശക്തി പകരട്ടെ എന്ന ചിന്തയിലും ജീവിച്ചിരിക്കുന്നവരായ നാം എല്ലാവരും മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവം നൽകിയ ജീവിതം ധന്യമാക്കാനും ഓരോ ദിവസവും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനുമുള്ള ചൈതന്യവും കൃപയും നമുക്ക് തേടാം. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ സഹോദരൻ ജോബിൻ ജോസിന്റെ ആത്മശാന്തിക്കായി സ്വർഗീയ പിതാവിനോട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഭക്തി തീക്ഷ്ണതയോടും സജീവമായ വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനാഞ്ജലിയിൽ നമുക്ക് പങ്കുകൊള്ളാം. പരേതനോടുള്ള സ്നേഹത്താലും ക്രിസ്തീയമായ പ്രത്യാശയാലും പ്രേരിതരായി നാം അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യവാനായ ദൈവം സ്വീകരിച്ച് ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകുമാറാകട്ടെ. സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ ജീവൻ നൽകി മൗനതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം നിലനിൽക്കുമാമേൻ തെളിവായ തിരുമലയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വിശുദ്ധ യോഹന്നാനിലെ സുവിശേഷം 14-ാം അധ്യായം 1-6 വരെ. അക്കാലത്ത് ഈശോ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം
സജ്ജമാക്കാൻ പോകുകയാണ് നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കണം. ഞാൻ എവിടേക്കാണ് പോകുന്നത് നിങ്ങൾക്കറിയാം, വഴിയും നിങ്ങൾക്കറിയാം. അപ്പോൾ തോമ അവിടുത്തോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ അദ്ദേഹത്തോട് അരുളി ചെയ്തു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല. ദൈവവചനമാണ് നാം കേട്ടത്. വഴിയും സത്യവും ജീവനുമായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഈ പ്രത്യേക ദുഃഖ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയും ശക്തിയും പകർന്ന് കാത്തു പരിപാലിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ധൂപം പോലെ നമ്മുടെ ഈ പ്രിയ സഹോദരന് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. ഈ ജോബിൻ ജോസിന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ബന്ധുത്താദികളുമായി വേദന അനുഭവിക്കുന്നവർക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശക്തിയായി തുണയായി എന്നും അവരോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഒന്ന് കർത്താവേ നിന്നോട് ഞങ്ങളെ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമുരീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയും ചെയ്ത് ഞങ്ങളുടെ സഹോദരനെ നീതിവാദിലേക്ക് ചേർക്കണമെന്ന് സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യ ആശ്വാസം നൽകി അന്താശയത്തൻ പരിഭാവനമാം ബലികൾ പോലെ സന്നിധിയിൽ ചെയ്തൊരു നാമം ബലിപോൽ നാഥ അഗാധത്തിൽ നിന്ന് ഞാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ ഏൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസം നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ മരണമടഞ്ഞവരെയും മഹിമയോടെ അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കബറിടങ്ങളിൽ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം മുതൽ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയ സഹോദരൻ ജോബിൻ ജോസിനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും ഈ സഹോദരന്റെ വിദൂരങ്ങൾ അകലങ്ങളിലുള്ള കുടുംബാംഗങ്ങളിലും ബന്ധുമിത്രാദികളിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ.
കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ